നമുക്ക് പോലും അമ്മയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് മാത്രമല്ല, മാർക്കോയും തോമസാറും ഒക്കെ അമ്മയെക്കുറിച്ച് കേട്ടിട്ട് അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കണ്ടെന്നാ പറയുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ചുറ്റുമുള്ളവര് നമ്മളെ സ്നേഹിക്കണമെന്നാ നമ്മുടെ ആഗ്രഹം, പ്രാർത്ഥന. എന്നാ നമ്മൾ അവരെയൊക്കെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുമ്പോഴായിരിക്കും അടുത്തൊരു ദുരന്തം അവരുണ്ടാക്കുന്നത്. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ, എന്തായാലും കരുണ എന്ന മരുമോൾ അവിടെ തുടരണമെന്ന് പോലും ഇപ്പൊ അമ്മയ്ക്കില്ല. ഉണ്ണിയോടും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. ഭക്ഷണം പോലും ഇപ്പൊ എന്റെ ഇഷ്ടത്തിനനുസരിച്ചാ ഉണ്ടാക്കുന്നത്, അതും എന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട്. ഉണ്ണിക്ക് വിളമ്പി കൊടുക്കാൻ പോലും അമ്മ ഇഷ്ടപ്പെടാത്ത പോലെയാ ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവന്റെ അച്ഛനെ കൊന്ന പ്രതാപനോട് ഇപ്പോഴും ഉണ്ണിക്ക് എതിർപ്പൊന്നുമില്ല. അതില് അമ്മയ്ക്ക് നല്ല നീരസമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നമ്മൾ നിൽക്കുന്നതാ എന്തുകൊണ്ട് നല്ലത്. എന്നുവെച്ചാ ഇവിടുന്ന് കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വരാൻ തനിക്കും മനസ്സിലാന്ന് അല്ലേ? ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറച്ചു ദൂരെ ഉള്ളെങ്കിലും യാത്ര പറച്ചില് ഭയങ്കര കഠിനമാ കണ്ണേട്ടാ. ലേഖയ്ക്ക് അത് എത്രമാത്രം സഹിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും അനന്തേട്ടനെയും കൊണ്ട് ലേഖ എവിടേക്ക് വരും. കുഞ്ഞിനെ കാണാതെ ഇനി അവക്ക് ഒരു ദിവസം പോലും സഹിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞത്. അതെന്തായാലും പ്രാവർത്തികമാക്കിയേ പറ്റൂ. സ്വന്തം ജോലി പോലും തൽക്കാലത്തേക്കാണെങ്കിലും മാറ്റിവെച്ച് അനന്തു ലേഖ ഇവിടെ നിൽക്കുന്നതേ നമ്മളെ കരുതി മാത്രമാ. അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവത്തില് ദൈവങ്ങൾ തൃപ്തരാണെങ്കിൽ അമ്മയെ വേദനിപ്പിച്ചു വിടുന്നത് നല്ല കാര്യമല്ല കണ്ണേട്ടാ. പക്ഷെ ആ ദൈവങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് അനന്തു ലേഖയൊക്കെ അമ്മയെ വേദനിപ്പിക്കുന്നതെന്ന്. താൻ താഴെ വീണ് കിടന്ന് വേദന കൊണ്ട് പുളഞ്ഞപ്പോ പോലും കരുണയ്ക്കും ഉണ്ണിക്കൊപ്പം ചേർന്ന് നിന്ന് കുഞ്ഞു പോണമെന്ന് ആഗ്രഹിച്ച അമ്മയാ. അങ്ങനൊരമ്മ ഇനി വിശ്വസിക്കണമെങ്കിൽ അതിന് ദിവസങ്ങൾ കുറെയെടുക്കും. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്, നമുക്ക് പോവാം. ആ സാറേ, എന്തായി? എല്ലാം ഓക്കെയാ സാറേ. ഇനി അബദ്ധത്തിൽ പോലും മരിക്കേണ്ട ആളല്ലാതെ മറ്റാരും AC ഓണാക്കരുത്. ഞാനൊരു മിതത്തിലെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ആളായതുകൊണ്ട് അതിന്റെ ആവശ്യമേ ഉള്ളൂ. കാലിന് സ്വാധീനമുള്ള ഒരാളാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അതിന്റെ തീവ്രത കൂട്ടിയേനെ. നമ്മൾ ആഗ്രഹിച്ച പോലെയെല്ലാം നടക്കൂലോ അല്ലേ? എന്റെ ഉണ്ണി സാറേ, ഇവനെ കൊണ്ട് ഇതുപോലെ ഒരുപാട് ജീവൻ എടുത്തിട്ടുണ്ട് ഞാൻ. അല്ല, ഇവിടുത്തെ CCTV ഒക്കെ വർക്കിംഗ് അല്ലാന്ന് പറഞ്ഞത് ശരിയാണല്ലോ അല്ലേ? അതൊക്കെ ഞാൻ നേരത്തെ തന്നെ കേടാക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. സാധാരണ AC-യിൽ നിന്നും ഇതുപോലുള്ള വാതകം ശ്വസിച്ച് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും. ചില കംപ്ലൈന്റ് ആയ AC-കൾ യൂസ് ചെയ്യുമ്പോൾ ഇതും അങ്ങനെയാണെന്നേ മറ്റുള്ളവർ കരുതൂ. അത് മതി. അപ്പോഴേ നിങ്ങൾക്ക് താഴെ ജ്യൂസും സ്നാക്സും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ താഴേക്കോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ സാറേ. കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീടും ആവാലോ. അല്ലെങ്കിൽ തന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ജ്യൂസാണോ സാറേ വേണ്ടത്? അത് ഞാൻ ചെലവ് ചെയ്യാം. ഉണ്ണി സാറ് ഒരു ചെറിയൊരു അഡ്വാൻസ് ഇതുവരെ തന്നിട്ടുള്ളൂ. പണി ഇത്രയും ചെയ്ത സ്ഥിതിക്ക് 3/4 തുകയെങ്കിലും തരേണ്ടതാ. മുക്കാലൊന്നുമില്ല, പറഞ്ഞതിന്റെ പകുതിയുള്ളൂ. ഞാനിങ്ങനെ അനാവശ്യമായിട്ട് പണം ചെലവാക്കുന്ന കൂട്ടത്തിലല്ല. എന്റെ പിശുക്കനെന്ന് പോലും ഇവിടെ ചിലരൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഇതെനിക്ക് അത്രയും അത്യാവശ്യമുള്ള കാര്യമായിപ്പോയി. സംഭവം നടന്നു കഴിഞ്ഞാ പോലീസൊക്കെ ചിലപ്പോൾ ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ സാർ അവരുടെ മുന്നിൽ നിന്ന് വിറച്ചോണ്ട് സംസാരിക്കരുത്. സാറ് പ്രതിയാണെന്ന് അവർക്കൊരിക്കലും തോന്നരുത്. അതൊക്കെ എനിക്ക് അറിയാലോ. ഞങ്ങൾ ചെയ്ത പണിയെപ്പറ്റി സാറിന് സംശയം ഒന്നും വേണ്ട. 100-ൽ 110 ആയിരിക്കും റിസൾട്ട്. അയാള് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നതിനിടയിൽ വീൽ ചെയർ പരതാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് നേരെ ബെഡിന്ന് താഴെ വീണോളും. അവിടുന്ന് പിന്നെ എഴുന്നേക്കാനും പറ്റില്ല. അത് മതി.